ഹലോ ഗായ്സ്, പൊളിക്കാനും പോലത്തിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മൾ പിന്നെ വന്നിക്കാണ് മൈൻക്രാഫ്റ്റ് ബേറ്റ വേർഷനായിട്ട്. അപ്പോൾ ഗായ്സ് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ഇപ്പോൾ എങ്ങനെ നിൽക്കണമെന്ന് ഒരു ചെറിയൊരു മോഡ് കയറ്റിയിരുന്നു. നിങ്ങൾക്ക് മേലെപ്പെടെ ഒരു അഞ്ച് ഓപ്ഷൻസ് കാണാണ്ടാവും. അതിൽ ഈ ഒരു ഓപ്ഷനിൽ നിൽക്കിയാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നിൽക്കാം. അപ്പോൾ എന്തായാലും ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മളൊരു ട്രഷർ ഹൗസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ട്രഷർ ഹൗസ് ഗായ്സ് നമ്മൾ ഫുള്ളാക്കിക്കോണം. ഇനി പൈൻ്റ് ഇത് കാണിച്ചു തരാമെന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്ക് പോവാം. ഞാൻ ഏകദേശമൊക്കെ സെറ്റപ്പ് ആക്കിയിരുന്നു. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മൾ ട്രഷർ ഹൗസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ലിവർ അയക്കുകയാണ്. ഇതിൻ്റെ അടി നോക്കിയാൽ പിന്നെ പറയണ്ടല്ലോ കഷ്ടടാ. അപ്പോൾ നമ്മൾ കുറേ സെറ്റപ്പ് ചെയ്തേക്കുന്നു. 3 ബെഡൊക്കെ ഇതിലെ പറഞ്ഞൊരു രസത്തിനാണ്. പിന്നെ ഇതാ നമ്മളിവിടെ ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റ് നമുക്ക് വേണ്ടാത്ത ഗ്യാസ് അവസാനം വെക്കാനാണ്. പിന്നെ ഒരു സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പ് പറഞ്ഞതാണ് സംഭവം. ഒരു റെയിലാണ്. ഈ റെയിൽ അവിടെ ചെന്നുകൊണ്ട് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കാണിച്ചു തരാം. ചേടാ നമ്മളൊരു മൈൻകാർട്ട് ഉണ്ടായിക്കോളും. ഞാൻ എടുത്തോണ്ടിട്ട് വരാം ഗൈസ്. ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ ബെഡ് മാറ്റിയിട്ട് ഇവിടെ ചെസ്റ്റ് അയക്കണം. ഇവിടെ നിന്ന് മറ്റേ ഡേർട്ടും കാര്യങ്ങളും. എവിടെ നമ്മളിപ്പോൾ എന്തിനാ വന്ന് ചേടാ എന്താണ് മൈൻകാർട്ടിന് എടുക്കാനില്ലേ ആ സംഭവം ഇപ്പോൾ ഇവിടേക്കാണ് വെച്ചിരുന്നല്ലോ. അപ്പോൾ ഇതിലാക്കാനും അതാ ഗൈസ് ഞാനിത് ഉണ്ടായിരിക്കുന്നു. പിന്നെ സോളോവായിട്ട് ഞാൻ എന്ത് ചെയ്തു ഇന്നലെ കളിച്ചിരുന്നു. അപ്പോൾ അതിൽ ഞാനും സോളോവായിട്ട് എന്ത് ചെയ്തു കേവിക്ക് പോയിരുന്നു. എന്നിട്ട് വാർഡിൻ്റെ സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തന്നീന്നല്ലോ. അതൊക്കെ കാണിച്ചു തന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ പോയിരുന്നു. എന്നിട്ട് ഡയമണ്ട് കുറേ കിട്ടിയിരുന്നു. അതാണ് 14 ഡയമണ്ടൊക്കെ അതിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് റൈഡ് ചെയ്യാം. അയ്യോ ഞാനുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഇതൊരു സെറ്റപ്പാണ്. ഞാൻ മേലേക്ക് ഇതെവിടെ ചെന്നും കണ്ട് എൻഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ കഴിഞ്ഞ് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം ഇതാണ് നമ്മളൊരു അണ്ടർഗ്രൗണ്ട് അറിയണത്. അപ്പോൾ നമ്മളിങ്ങനെ പോകും. ഇവിടെയൊക്കെ സ്ലോ ആക്കാനും ഇവിടെ നിന്നൊക്കെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോരും. ഇവിടെ എത്തുമ്പോഴാണ് ഗൈസ് സ്പീഡ് കൂടുക. എൻ്റെ മോനെ എന്തൊരു ഫാസ്റ്റ് അല്ലേ ഗൈസ്. പെട്ടെന്നാണ്. അയ്യവാ അങ്ങനെ ഗൈസ് നമ്മളിത് അവിടെ എത്തിയിരിക്കുന്നു. പിന്നെ ഗൈസ് ഞാൻ ഒരു വട്ടം ഈ ഒരു ഗെയിമിൽ ഡെഡായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അറിയാണ്ട് ഇങ്ങോട്ട് ചാടി. ഇതിൻ്റെ അടിയിൽ എന്താ കണ്ട ഗൈസ് നിങ്ങൾ ഇതാണ് ഇതിൻ്റെ അടി എന്ന് പറയണത്. അയ്യോ അതാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എന്തിനാ ഇട്ടു. നമുക്ക് ഇത് അവിടെ തന്നെ അടച്ചേക്കാം. അഥവാ ചാടൽ ഗൈസ് പിന്നെ പറയണ്ടല്ലോ നമ്മളെ കാര്യം. അപ്പോൾ എന്തായാലും ഗൈസ് എന്തോന്നും ഡ്രാഗനെ പോലത്തെ കണ്ടു. അപ്പോൾ എന്തായാലും അത് നോക്കണ്ട ഗൈസ്. പിന്നെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ കാണിച്ച് നിൽക്കണം. നമ്മൾ എന്ത് ചെയ്യണം മേലല്ലേ ട്രഷറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതാണിത്. അപ്പോൾ അങ്ങോട്ട് പോലെ കുറച്ച് റിസ്ക്കാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊരു രസത്തിനാണ് ഞാൻ വെച്ചിരിക്കണത്. രസമല്ലേ ഗൈസ്. ഇപ്പോൾ നമുക്ക് വേഗം പോവാം. അയ്യോ ഇതുപോലെ ഞാൻ അങ്ങോട്ട് പോകാണ്ടിരിക്കാനായിട്ട് നമുക്കിത് പൊട്ടിക്കണം ഗൈസ്. പൊടിച്ചിരിക്കുന്നു. അയ്യോ അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്ട് ഇനി നമുക്ക് മേലുള്ള വലിയ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെക്കുക. അതാണ് ഞാൻ അടുത്ത ടാസ്ക്. ഇത് ഇനിക്കിപ്പോൾ എന്തിനാ ഇതിപ്പോൾ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണമല്ലോ. ഞാൻ മേലെ എവിടെയെങ്കിലും പോയി ഡ്രോപ്പ് ചെയ്യട്ടല്ലോ. ഇവിടെ വെച്ചാലും മതി ഗൈസ്. അടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം വലിയ സാധനങ്ങളില്ല ആശയുള്ളതൊക്കെ അതൊക്കെ കൊടുന്നിടണം. ഇതാ ഞാൻ പറഞ്ഞാണ് 14 അല്ലേ ഗൈസ്, സോറി 11 ഡയമണ്ട് ഉണ്ട് നമ്മളടുത്ത്. പിന്നെ ഗോൾഡ് ഉണ്ട്. ഞാനിവിടെ എന്തോന്ന് വെച്ചിരുന്നു. ഇവിടെ എന്തോ ചൂടാക്കാൻ വെച്ചിരുന്നു. ഒന്നും എടുത്തുകൊണ്ട് ഞാൻ മേലക്ക് വെച്ചിട്ട് തോന്നുന്നു ഗൈസ്. അതായത് സാരില്ല. നമുക്ക് എന്ത് ചെയ്യണം എവിടെ ട്രഷർ പെട്ടിയുടെ ഇതൊക്കെ എല്ലാം കൊണ്ടിടണം. ഇതൊന്നും വേണ്ട. പിന്നെ ഗോൾഡൻ ക്യാരറ്റ് ഇതൊക്കെ ഗൈസ് ഞാനും സോളമായിട്ട് കൂടി പിന്നെ കേവിൻ്റെ അടിക്ക് പോയി എടുത്താണ് വാർഡിൻ്റെ സ്ഥലം. പിന്നെ ഞങ്ങൾക്ക് സ്ഥലം തന്നെ മറന്നു അവിടെയാണ് ഇപ്പം നിൽക്കണമെന്ന്. പിന്നെ അങ്ങനെ കിട്ടിയതാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ഇങ്ങോട്ട് വെക്കുക. അയ്യോ ഇനി ഇത് കൂടി ഇനിയിപ്പോൾ ഇതൊക്കെ ഇവിടെ വെക്കുക. ഇതൊക്കെ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ചെസ്റ്റ് റൂമും ആണെങ്കിൽ നമുക്ക് അടിയിൽ തന്നെ ആക്കുകയാണെങ്കിൽ. അയ്യോ ഇത് ഫുള്ളായില്ലേ. ഇത് പിന്നെ സോളോവേട്ടിൻ്റെ സാധനങ്ങളാണ്. ഇതും വേണം. ഇത് നമുക്ക് അപ്പോൾ ഒന്നുകൂടി താഴത്തേക്കാക്കട്ടെ. 1 2 3 പിന്നെ ഇതിങ്ങോട്ട് കുറേ ലൂട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഒബ്സിഡിയനൊക്കെ കുറേ എടുക്കാണ്ട്.
പിന്നെ ഇത് പിന്നെ ഇത് മതിയല്ലേ. കോള് നമുക്ക് വെക്കണ്ട, കാരണം കോള് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് ഗൈസ് നമ്മൾ ട്രഷറിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകണം. ഇതിൻ്റെ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ 1 2 3 4. എന്തായാലും ഗൈസ് നെതർക്ക് പോകണം. നമുക്ക് ഇന്ന് തന്നെ വയ്ക്കുമെന്നാവോ, ഇന്ന് വയ്ക്കുമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പോവാം. അപ്പോൾ 3 ഡയമണ്ട് എടുത്തുക്കണോ. ഇനി ഇതും കൊണ്ട് വടി അവിടെ ഇതും കൊണ്ട് ഉണ്ടാക്കാം നമുക്ക്. പിന്നെ ഈ ഒരു സാധനമൊക്കെ ഉണ്ടാക്കാണ്ട്. ഇത് പിന്നെ എന്താ നിങ്ങൾക്ക് അറിയില്ല, എൻചാൻറ്റഡ് ടേബിളാണ്. അപ്പോൾ ഞാൻ മറ്റൊരു സാധനം ഉണ്ട്, നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയില്ല, ഒരു ആർമറിൻ്റെ ഒരു സാധനമാണ്. ഇതെന്താ കോള് ചേടാ, എന്താ ഇപ്പോൾ അതിൻ്റെ ഒരു പേരുണ്ടല്ലോ, ആർമർ സ്റ്റാൻഡ്, ആർമർ അടിച്ചെടുത്ത ഇതെന്താ സംഭവം, വൂൾഫോ എന്തോ എഴുതി കാണിക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡ് ഇതിന് ആകെ വേണ്ടത് സ്മൂത്ത് സ്റ്റോൺ ആണല്ലേ. അപ്പോൾ ഇതും സ്റ്റിക്ക് പിന്നെ ഇതാ വേണ്ടില്ലേ. അതിന് ആദ്യമൊന്നും ആയിട്ടില്ല. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം. എന്നിട്ട് ഗൈസ് നമുക്ക് ആ നെതർക്ക് പോകണം, കാരണം കുറച്ച് പണിയാണ്. താഴെന്ന് പറഞ്ഞാൽ ഗൈസ് ചെറിയ താഴൊന്നുമല്ല, നന്ന അടിയിലാണ് ആ നെതർ പുറത്തെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്താക്കുന്നുണ്ട്, വുഡും വേണം. അല്ല ഗൈസ്, ഞാൻ ഏതോ ഒരു പെട്ടിൻ്റെ ഒരു വടി വെച്ചിരുന്നല്ലോ, അതാ വടി. അയ്യവാ, ഒരു സ്മൈൽ ഡയമണ്ട് പിക്കാക്സ് വാടാ ഗൈസിൻ്റെ ഡയമണ്ട് പിക്കാക്സ് നോക്ക് സെറ്റല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ബ്ലോക്ക് ഓഫ് കോൾ ഉണ്ടാക്കാം, അതൊന്നും കൂടി നല്ലത്. അല്ലെങ്കിൽ എപ്പോഴും ഈ സ്റ്റാക്കായിട്ട് തന്നെ ഇങ്ങനെ വെക്കേണ്ടി വരും. ഇതിപ്പോൾ ഇതിൽ വെക്കുക, നമുക്ക് ഈ കുക്കിങ് കാര്യങ്ങൾ എന്ത് ചെയ്യും. അല്ലെങ്കിൽ ഗൈസ് ഇതിവിടെ എടുക്കുക, എന്നിട്ട് ഇതിങ്ങോട്ട് വെക്കുക. ഇതിവിടെ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുക ഗൈസ്. എന്നിട്ട് നമുക്ക് മറ്റേ ഇതിൽ വെക്കാം, കുപ്പി ഇവിടെ ഇരുന്നോട്ടെ. അതിന് മുമ്പ് നമുക്ക് മറ്റേ ഒരു ഒബ്സിഡിയനെ കൂടി എടുക്കുക. ഏകദേശം 10 വേണ്ടത്, ബാക്കിയുള്ള നമുക്ക് സ്റ്റോൺ വെച്ചെങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളിങ്ങനെ നെതർക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിനുള്ള ഒബ്സിഡിയനും കാര്യങ്ങളും ഇവിടെ കുറേ ഉണ്ട്. കുറേ നെതർ പോർട്ടൽ ഇവിടെ കണ്ടിരുന്നു, അതാണ് ഗൈസ് ഒന്നുകൂടി ഇത് പറയണത്. അപ്പോൾ എന്തായാലും നമ്മൾ ഡയമണ്ട് പിക്കാക്സ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നെതർക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വേറെ നെതർ പോർട്ടലുണ്ടോ അറിയില്ല. എന്തായാലും ഗൈസ് നമുക്ക് പോവാം. കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഈ നെതർ പോർട്ടലിലേക്ക് പോകാമെന്ന് അറിയണത്, കാരണം അവിടെ കുറേ ഇതുണ്ട്, എന്താ പറയുക, ശത്രുക്കളാണ് എല്ലാവരും. പിന്നെ ഗൈസ് ഞാൻ ചെറിയൊരു പാർക്കർ പഠിച്ചു പോണു. പാർക്കർ എന്താ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരുതാ. അജോ ഗൈസ് ചെറിയൊരു പാളി പോയി, അത് ക്ഷമിക്കണം, ചെറുതായിട്ടൊന്ന് പാളി. ഇതാ കാണുന്നു ബോട്ട്. പിന്നെ ഗൈസ് സോളോവായിട്ട് ഇവിടെ നിന്ന് ഫാളെന്ന് പറഞ്ഞാൽ ചത്തിന്നു. എന്താണ് ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് കാടി ചേടാ. എന്നിട്ട് എല്ലാം പോയി നിന്നിട്ട് ഞാനാണ് കുറച്ച് എടുത്തെടുത്തിന്ന്. അപ്പോൾ അയ്യോ ഒന്നും ഉണ്ടാവില്ലേ. പിന്നെ തെരലിൻ്റെ ഒരു തെരലായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ആ വെള്ളം ഒഴിച്ച് സത്യം ഇവിടെ തന്നെയാണ് ഉമ്മേ. പക്ഷെ ഇത് ഈ വെള്ളം അങ്ങോട്ടാ പോണ്. താഴത്തേക്ക് ചാടിയാൽ മതി ഗൈസ്. ചാടല്ലേ, 3 2 1 സ്റ്റാർട്ട്. അയ്യോ എൻ്റെ അമ്മോ, ഇതാണ് ഗൈസ് പണി എന്ന് പറയുന്നത്. കുറച്ച് റിസ്ക്കാണ്. അപ്പം അങ്ങനെ ചാടിയാണ് സോളോ വാട്ടി. പക്ഷെ ചാടിയത് ഇതുമൊക്കെ എഴുതുന്നു പറഞ്ഞ പോലെ ഇതോട് പൊട്ടിച്ചാൽ പോരെ. അത് പൊട്ടിക്കട്ടെ, ഇത് പൊട്ടിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇനി ചാടിയ ഒരു കുഴപ്പമുണ്ടാവില്ലല്ലേ. കുഴപ്പമുണ്ടാവില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇതിവിടെ വെക്കാം. ഇതിൻ്റെ ആശയമില്ല, അതുകൊണ്ട് എന്തോ ഉപകാരമുണ്ട്, പക്ഷെ നമുക്കറിയില്ല എന്താ ഉപകാരം എന്ന്. എന്തായാലും ഗൈസ് നമ്മൾ കേവിക്ക് എത്തിക്കൊണ്ട് ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടട്ടെ. അപ്പോൾ ഗൈസ് ഏതാ ബ്രൈറ്റ്നസ് കൂട്ടിക്കണം നിങ്ങൾക്ക് കാണാനാണ്. അയ്യോ, അപ്പോൾ ഗൈസ് വാർഡിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗൈസ് ഇവിടെയാണ് സംഭവം. ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ അടിയിൽ നിന്ന് പറയുന്നത് ഗൈസ് ഫുള്ളും വാർഡനെ. 1 പിന്നെ അതാ 2 3. അപ്പോൾ ഇവിടുത്തെ കാണുന്നു ഗൈസ്, അതാണ് മൈൻ ഷാഫ്റ്റ്. അവിടേക്കായിരുന്നു ഞാനും സോളോ ആയിട്ട് ഇന്നലെ പോയിന്ന്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളൊന്ന് പോണത് ഗൈസ്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച സ്ഥലം ഇവിടെയില്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു താഴത്തേക്ക് ചാടി തന്നെ ഗൈസ്. പിന്നെ ഗൈസ് വേറെ രസം എന്ന് പറഞ്ഞാൽ ഞാനും സ്റ്റോണ് എന്തോന്ന് എടുക്കട്ടെ.
ഞാനും സോളോവായിട്ട് ഗൈസ് ഇന്നാലോട്ട് പോയിട്ട് എൻ്റെ അമ്മ എന്തോ ഒരു സാധനമുണ്ട്. എന്താ എൻ്റെ പേരെന്നറിയില്ല. സ്കൾക്ക് എന്തോ ഒരു സംഭവമാണ്. എടുത്തുകൂടി പോയാൽ കാണാം 6 കൊണ്ട് അച്ഛണ്ടാക്കണം. ഞാനും പേടിച്ചില്ല എന്താ ഇപ്പോൾ അച്ഛണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിക്കോടാന്ന്. അപ്പോൾ അവൻ പറഞ്ഞത് വേറെന്തൊരു സാധനമാണ്. എൻ്റെ പേരെന്താണെന്ന് അറിയില്ല ഗൈസ്. പിന്നെ ഇവിടെ നിന്നാണ് കുറച്ച് ഡയമണ്ട് കിട്ടി. നിങ്ങൾക്ക് ഇവിടെ കാണണ്ടോ അറിയില്ല. ഇവിടെ ഡയമണ്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടാവും കേട്ടോ ഗൈസ്. എന്താ പറയുക പറയാൻ വയ്ക്കില്ലല്ലോ. എന്താ പറയുക ഗൈസ് മറന്നു. ഇവിടെ ഒരു ചെറിയൊരു മറ്റേ ഗ്ലിച്ച് ഉണ്ടാവും. ബഗ്ഗാണ് ഗൈസ്. ഒരു സൗണ്ട് കേട്ടില്ല നിങ്ങൾ? എവിടെ നിന്നാണ് അത് വന്ന് എൻ്റെ മൂക്ക് പോയി. ഇവിടെ അങ്ങനെ വരുമ്പോൾ ഓരോ സാധനം ഇങ്ങനെ അനങ്ങുന്നുണ്ട്. പിന്നെ എന്നാലും സോളോ വീട്ട് ഇറങ്ങിന്ന് ആരോ നടന്നു പോയത്. ഞാനും അറിയാത്ത വേറെ ആരും നോക്കുമ്പോൾ ആരും കാണാനില്ല. പക്ഷെ എന്തോ നടന്നു പോയപ്പോൾ ഓനക്ക് നല്ല തോന്നിക്കണു. എൻ്റെ മോനെ ഗൈസ് ഇത് നോക്ക് ബ്രോ. എന്തത് സംഭവം. ലാവ പൂളൊക്കെ ഇവിടെ പള്ളർച്ചുണ്ട് ഗൈസ്. ഇപ്പോൾ എൻ്റെ അമ്മ അയ്യോ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞു. എൻ്റെ അമ്മ എന്തു വച്ചുണ്ടാക്കലത്. പേടിയാവും നമുക്ക്. മെല്ലെ പോവുക. മെല്ലെ പോയ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതെന്താ ഗൈസ് ലാവൊക്കെ കളഞ്ഞാൽ ഗൈസ് ഇവിടെ ഡയമണ്ട് കാണുന്നു. ഗോൾഡ് പിന്നെ കിട്ടിയാലും ഞാൻ വെറുതെ വാങ്ങൂല. അല്ല വെറുതെ കിട്ടിയാലും ഗൈസ് ഞാൻ വാങ്ങൂല. കാരണം 5 പൈസക്ക് ഉപകാരമില്ലല്ലോ കൊണ്ട്. ഞാൻ അതിൻ്റെ മേലേക്ക് കയറട്ടെ. ചേടാ ഇത് എത്ര എണ്ണമാണ് ഒന്ന് പൊട്ടിക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അറിയില്ല ഇതെന്താ സംഭവം സ്ഥലം എന്താ അറിയില്ല. അപ്പോൾ അതാ ഗൈസ് നമ്മളിതാ നെതർ പോർട്ടലിലേക്ക് എത്തിക്കണം. ഇവിടെ ഉണ്ട് ഗൈസ് തന്നെ പോലെ. ഇതിൻ്റെ ഉള്ളിൽ എന്താ? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. വേറെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഒക്കെ പൊട്ടിച്ചുക്കണം നമ്മളെ സോളോ വെട്ടി. അപ്പോൾ എന്തായാലും ഗൈസ് ഇതാ നമ്മൾ നെതർ പോർട്ടലിലേക്ക് എത്തിക്കണം. നമുക്ക് സ്റ്റോൺ അല്ല ഇവിടെ ഒന്ന് മൂടണം. കാരണം വെറുതെ അല്ലേ ഗൈസ്. എൻ്റെ അടുത്ത് വാട്ടർ ബക്കറ്റ് ഉണ്ടല്ലേ. ഞാനിപ്പോഴാണ് ഓർക്കണത്. ഞാൻ ഇവിടെ അല്ല വായിച്ച് എൻ്റെ മോനെ സാധനം കിട്ടിട്ടോ. നമുക്ക് നെതർക്ക് ഉള്ള സാധനം കിട്ടി. ഇത് പൊട്ടിക്ക് എൻ്റെ മോനെ ആദ്യമായിട്ട് നെതർ സാധനം പൊട്ടിക്കുമ്പോഴുള്ളൊരു സന്തോഷം വേറെയാണ്. ഇപ്പം ഗൈസ് നിങ്ങൾക്ക് ഇതിപ്പോൾ ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ F5 ബട്ടൺ എന്ന് വേണമെങ്കിൽ പറയും. മേലുള്ള 2 മറ്റേ സെപ്പറേറ്റ് ഓപ്ഷൻ എന്ന് പറയണത്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുക്കാണ്ട്. ഗൈസ് എൻ്റെ മോനെ ഗൈസ് ഇങ്ങോട്ടൊക്കെ പോകണ്ട്. ചേടാ ഞാനിതിപ്പോൾ ഇന്നലെ കണ്ടിട്ടില്ലേന്നു. ഞാനത് സിമ്പിളായി പൊട്ടിക്കല്ലാണ്ട് ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഗൈസ് ഇത് ഫുള്ളൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ ഉണ്ട് നല്ല അർത്ഥം. ശരിയാണ് ഗൈസ് ഇവിടെ എന്തൊക്കെയോ വേറെ സംഭവം ഉണ്ട്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. 10 ഉപയോഗിച്ചുള്ളൂ. സത്യം പറഞ്ഞാൽ 12 വേണം തോന്നുന്നു നെതർക്ക് പോവാൻ. ആകെ ആവശ്യമുള്ളത് ഇത് കൂടി പൊട്ടിക്ക്. ആകെ ആവശ്യമുള്ളത് 12 ഉള്ളൂ. പക്ഷേ 10 കൊണ്ട് ഗൈസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിലപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ട്രിക്ക് മുമ്പ് അറിയാക്കാരും. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാമെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് വാണ്ടാത്തപ്പോൾ എന്താ കിട്ടി. ഇത് കളയാ. എടാ ഇത് വേണ്ടടാ. ഇതും കൊണ്ട് ഇപ്പോൾ എന്താ ഉപകാരം എന്ന് എനിക്കും അറിയില്ല. ഞാൻ യൂട്യൂബിൽ നോക്കണം. അത് ഇതേപോലെ ഈ നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ചെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾക്ക് 24 കിട്ടിക്കണു ഗൈസ്. അപ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലേ. നമ്മളെ ബക്കറ്റ് വെള്ളം പോയില്ല. സാധനം കിട്ടിയെന്ന് അറിയണ പോലെ. അയ്യവാ നമ്മളെ വന്ന വഴി ഏതാ വല്ല ഓർമ്മ ഉണ്ട് ഗൈസ്? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. മൈൻ ഷാഫ്റ്റ് നോക്കി പോയാൽ മതി. അപ്പോൾ ഒരു ടോർച്ച് കാണാം. അപ്പോൾ രാത്രിയാണ്. നമുക്ക് മേലേക്ക് നോക്കിയാൽ കാണാം. റെഡ് സ്റ്റോൺ ഗൈസ്. എൻ്റെ അമ്മ നമുക്ക് ഗൈസ് നമ്മളിപ്പോൾ ഈ PC-യിലൊക്കെയാണ് കളിക്കണമെങ്കിൽ എന്താ പറയുക നമുക്ക് എവിടെ തന്നെ ഡയമണ്ട് എന്നുള്ള ഓരെന്നെ പറഞ്ഞുതരും. സർവൈവൽ തന്നെ അങ്ങനത്തെ ഒരു HD ആയിട്ടാണ് കാണിക്കണത്. അപ്പം എന്തായാലും ഗൈസ് വേറൊരു സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഗൈസ് പറയുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എന്നെക്കാരും ആ ഒരു സർപ്രൈസ്. പക്ഷേ നമ്മൾ വന്ന സ്ഥലവും കാണാനില്ല. കണ്ടു ഗൈസ്. നിങ്ങൾക്ക് അവിടെ കണ്ടോന്നറിയില്ല. അവിടെ നമ്മൾ 2 ടോർച്ച് വെച്ചിരുന്നു. ആ ടോർച്ചത്തിൻ്റെ ലൈറ്റ് ഇപ്പോൾ കത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് ഗൈസ്.
അയ്യോ ഇവിടെയൊക്കെ ഗൈസ് ചെറിയൊരു ബഗ് ഉണ്ടാവും, നിങ്ങൾക്ക് കാണുമെന്നറിയില്ല ചിലപ്പോൾ. അയ്യോ ഒന്നും സംഭവിച്ചില്ല. ചേടാ ഒരു ഡയമണ്ട് ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചു, അന്നാണ് സംഭവം. പക്ഷെ കിട്ടിയത് എന്താ ചേട്ടാ നെതറിൻ്റെ സ്ഥലം മറന്നു. നമ്മളവിടെ സമാധാനം ടോർച്ച് വെച്ച സ്ഥലം കിട്ടി. ഇനി കാശ് വലിയ പണിയില്ല, മേലേക്ക് കയറിപ്പോവാൻ നമ്മൾ വെള്ളം ഒഴിച്ചു പോകണമല്ലോ, വെള്ളത്തിൽ കൂടി കയറിപ്പോവും. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടി, നമുക്ക് ഇതും കൊണ്ട് കുറേ ഇത് ഉണ്ടാക്കണം. അപ്പോൾ അയ്യോ ഇങ്ങോട്ട് പോ ഇതെന്താ അങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് പോടാ. കറക്റ്റ് ആയിക്കോട്ടെ. സെറ്റപ്പ് ആക്കിയോണ്ടാണ് നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് പോകാൻ വയ്ക്കണത്. അപ്പോൾ ഞാൻ ചാവലേ കാശ് ഈ വള്ളത്തിലെങ്കിലും ചാടി ചത്തണ്ടല്ലേ കാശ്, എൻ്റെ സ്വഭാവം മാറൂലേ. എൻ്റെ അമ്മ കയറാൻ വയ്ക്കണില്ല കാശ്. ഒരിത് കിട്ടും, ആ കിട്ടണയിലാണ് ഞാൻ പോവാ. മെല്ലെ നോക്കും. അയ്യോ അപ്പോൾ ബബിളൊന്നും ഉണ്ടാവില്ല, നമുക്ക് മെല്ലെ കയറി അങ്ങനെ കാശ് നമ്മളിതാ മേലേക്ക് എത്തിയിരിക്കുന്നു കാശ്. അയ്യോ മെല്ലെ പോ. ചേടാ മേലേക്ക് ഇപ്പം ഇങ്ങനെ കയറുക. ഞാൻ നാളെ അങ്ങനെ ഒന്ന് കയറി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അവിടെ എത്തൂലല്ലേ ഒന്നുകൂടി. ഞാൻ എപ്പോഴും ഉപയോഗിച്ചിരുന്ന ടെക്നിക്സാണ്. എൻ്റെ അമ്മ അങ്ങനെയല്ല, താഴത്തേക്ക് ചാടി പിന്നെ കാശ് പറയേണ്ട അവസ്ഥ പിന്നെന്താ വേറെ. അയ്യോ കയറി. യെസ് ഗായ്സ്, നമ്മളങ്ങനെ നമ്മളെ വില്ലേജിലേക്ക് എത്തിയിരിക്കുന്നു ഗായ്സ്. എൻ്റെ മോനെ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇതിൽ നെതർ പോർട്ടൽ ഉണ്ടാക്കണില്ല. അടുത്ത വീഡിയോയിൽ എന്തായാലും ഗായ്സ് ഞാൻ നെതർ പോർട്ടൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇത് ഫുൾ വീടുണ്ട്. നമ്മൾ നെതർ കോണേൻ്റെ എല്ലാത്തിനും ഒരു വീടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എല്ലാ ട്രഷറും എടുത്തേക്കട്ടെ. ഇപ്പം എത്ര കിട്ടിയില്ലേ ഗായ്സ്, ഫുള്ള് എടുത്തേക്ക്. എന്തൊക്കെ ഇപ്പോൾ കിട്ടി അടിക്ക് പോയിട്ട്. ഗോൾഡ് കൊണ്ട് എന്താ ഞാൻ പറഞ്ഞ് അറിയില്ല ഗൈസ്. ഈ ഗോൾഡ് ഇവിടെ വെച്ചാൽ നമുക്ക് 9 ഇത് കിട്ടും. ഇങ്ങോട്ട് ഇത് നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ അയണൂറ് ഇപ്പോൾ വെക്കുക. ഇവിടെ മേലെ ആദ്യം കൊണ്ടട്ടെ, എന്നിട്ട് നമുക്ക് ഉരുക്കിങ്ങാണ്ട് എന്ത് ചെയ്യുക ഗൈസ്, അയൺ ഇങ്ങോട്ട് ഉണ്ടാക്കാം. മേലെക്കുമ്പോൾ അയവ ഗൈസ്. എൻ്റെ മോനെ എല്ലാം സെറ്റായില്ലേ ഗൈസ്. പിന്നെ ഞാൻ ഇതും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വെക്കുമോ? നെതർ ബ്രേക്ക് ഉണ്ടാക്കാൻ വെക്കും ഗൈസ്. ഗൈസ് നെതർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എനിക്കറിയില്ല, പക്ഷെ എന്തോ ഒരു വലിയതാണ് തോന്നുന്നു ഗൈസ്. നോക്കട്ടെ, ഇത് പിടക്കട്ടെ. ഇതും കൊണ്ട് ഡീപ് സ്ലേറ്റ് ഉണ്ടാക്കാൻ വെക്കും. ഇതും കൊണ്ടൊന്നും വലുതായിട്ടൊന്നും ഉണ്ടാക്കാൻ വെക്കൂലല്ലേ. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇൻപുട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഗൈസ് ഇവിടെ ചെയ്യേണ്ട വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലെ പ്രോമോ എന്ന് പറയുന്നത് ഗൈസ് നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബൈ.